തേങ്ങയുടെ ചിരട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മുഴുപ്പുള്ളൊരു ചിരട്ടയായത്. ചിരട്ടകൾ നമ്മൾ ചെറുതേനീച്ച കൂടിന് എടുക്കുമ്പം 2-3 ആഴ്ച വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എടുത്ത് അതിൻ്റെ അകം ക്ലീനാക്കി വെയിലത്തിട്ട് നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് എടുത്ത് നമ്മളിതിൻ്റെ അകത്തുള്ളതൊക്കെ ഉളി കൊണ്ട് നല്ലപോലെ ചിരണ്ടി വൃത്തിയാക്കിയിട്ട് സാൻഡ് പേപ്പർ ഇട്ട് അകം പുറം വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ചിരട്ടയ്ക്ക് എവിടെയെങ്കിലും പൊട്ടലോ കിഴുത്തിയൊക്കെ ഉണ്ടെങ്കിൽ തടിപ്പൊടിയും പ്ലസ്റ്റിക്കും കൂടി ഇട്ട് അടച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളിതിനെ ചേർത്ത് നമ്മൾ മെഴുക് തേച്ച് കൊടുക്കുന്നുണ്ട്. അകം പുറം നല്ലപോലെ മെഴുക് തേച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ജോയിൻറ്റ് നല്ലപോലെ ചേർത്ത് നമ്മൾ ഇത് കെണിക്കൂടായിട്ടോ കാലിക്കൂടായിട്ടോ ഒക്കെ എവിടെയെങ്കിലും തൂക്കാം. നിലവിൽ കോളനികളൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ കാലിക്കൂട് തൂക്കുമ്പം ഒരു കോളനി വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മെഴുക് കൈവശം ഇല്ലാത്തവർ മാവിൻ്റെ കറ എടുത്തിട്ട് അതിങ്ങനെ ഈ ചേർപ്പിന് തേച്ച് കൊടുത്താൽ മതി. അകത്തൊന്നും പുരട്ടേണ്ട കാര്യമില്ല, മാവിൻ്റെ കറയായതുകൊണ്ട് അത് ചേർപ്പിന് മാത്രം തേച്ച് കൊടുത്താൽ മതി. ഈ കൂടിൻ്റെ എൻട്രൻസിൽ നമ്മൾ കൽപ്പത്തിലൊക്കെയുള്ള കൂടിൻ്റെ എൻട്രൻസ് ഇളക്കിക്കൊണ്ട് വന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി. ചിരട്ടയുടെ ആ കിഴുത്തുള്ള ഭാഗം, ആ കണ്ണിൻ്റെ ഭാഗം നമ്മൾ എൻട്രൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ കുറച്ച് മെഴുകും പുരട്ടി കൊടുക്കണം. നല്ലപോലെ മെഴുക് പുരട്ടി നമ്മൾ ഇതുപോലെ കാലിക്കൂടായിട്ട് തൂക്കുമ്പം പ്രകൃതിയിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ കോളനി മെഴുകിൻ്റെ മണം അടിച്ച് ഇതിൻ്റെ അകത്ത് വന്ന് സെറ്റാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും സബ്സ്ക്രൈബുമാണ് എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.